ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഒറിയോ വെച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാക്കപ്പ് ഒറിയോൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം ഒരു പാക്ക് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. 2 പാക്ക് ബിസ്ക്കറ്റും ഇങ്ങനെ പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പിന്നെയും മിക്സ് ആക്കുക. പിന്നെ പാല് ഞാൻ കാച്ചിയ പാലാട്ടോ. പാൽ ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ആദ്യം തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കേക്ക്. നല്ല ടേസ്റ്റ്, ഓറിയോൻ്റെ ടേസ്റ്റുമാണ്. അതുപോലെ നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയി നിർത്താം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കേക്കിൻ്റെ വെച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് കളഞ്ഞിട്ട് ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടാട്ടോ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത കുക്കർ. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്ക് ചെയ്ത് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും കേട്ടോ ബേക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിലൊരു ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്കറിയാലോ കേക്ക് നോക്കാൻ. നന്നായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ഒറിയോയുടെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.